ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാം കാണിക്കാൻ പോകുന്നത് വെച്ചാൽ എല്ലാവരും മരുന്ന് നമ്മളിപ്പോൾ പച്ചക്കറിക്കെല്ലാം ഞാനിപ്പോൾ ചെയ്ത മരുന്നെല്ലാം നോക്കി എൻ്റെ പച്ചക്കറിയെല്ലാം നിങ്ങൾ കണ്ടു നോക്ക്. നല്ലൊരു അടിപൊളി പച്ചക്കറിയാണ്. ഇനിയിപ്പോൾ ഇത്രയും ദിവസം കൂടി ഇത്രയും നല്ല പച്ചക്കറി കാണാനുള്ള ഒരു ഇത് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ തിരിയല്ലോ. എൻ്റെ പച്ചക്കറി കണ്ടാൽ ഇതിപ്പോൾ ഞാനെന്നാൽ ഇപ്പോൾ കൊടുക്കാൻ വെച്ചാൽ നല്ലൊരു അടിപൊളി വളമാണ് കൊടുക്കാൻ പോകുന്നത്. തക്കാളിക്കാതെ കൊടുക്കാൻ പോകുന്നത്. തക്കാളിക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ തക്കാളിൻ്റെ മരട് ഈ ദ്രുത വാട്ടമില്ല, വാട്ടരോഗമില്ലേ, അതെല്ലാം കുറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കൊടുക്കുന്നത്. കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കൊടുത്തത് കൊണ്ട് എനിക്ക് ഒറ്റ ഉണങ്ങിപ്പോയിട്ടില്ല. എനിക്കെല്ലാം എന്താകുന്നത് എനിക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇതിപ്പോൾ ഞാനിവിടെ കണ്ട കുറച്ച് ഉലുവ എടുത്ത് പോർത്തിട്ടുണ്ട്. കണ്ട ഇതാ ഉലുവ കണ്ട ഉലുവ ഇത് പോർത്തിട്ടുണ്ട്. ഇത് കുറച്ച് ചോറ് അരക്കാനുള്ളതാണ്. ഇത് കുറച്ച് ചാരം കൂടിയാണ്. ഇത് കണ്ട ചാരം കുറച്ചേ ഉള്ളൂ, എല്ലാം അതുപോലെ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ചെറുനാരങ്ങേൻ്റെ പിഴിഞ്ഞ തോലില്ലേ, ഈ തോല് നല്ല ഇതാണ്. ഇതും കൂടി ഇതിലിട്ടിട്ട് അരച്ചിട്ടിങ് എടുക്കട്ടെ, മിക്സിയിലിട്ട് അരച്ചിട്ടിങ് എടുക്കട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ബാക്കി പണിയെടുക്കുന്നത്. പിന്നെ ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നു. ഇനിയിപ്പോൾ ഇതിലിപ്പോൾ എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാനിത് ഇത്ര പോരെ വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു 5 ഇരട്ടി വെള്ളം ഉണ്ടാ അര ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ അര ബക്കറ്റ് വെള്ളത്തിലേക്കാണ് ഇത്ര പോരെ അരച്ചതുണ്ട്. അരച്ചത് ഇത് ഞാൻ അതിൽ ഒഴിക്കട്ടെ. അത് നല്ല നേർപ്പിച്ചിട്ട് നമ്മൾ കലക്കിയിട്ട് ആകുമ്പം നേർപ്പ വരില്ല. ആ നേർപ്പിച്ചാകുമ്പം ഒരുപോലെ നേർപ്പ് വരുന്ന ഒരു കണക്കിന് നമ്മൾ ഒഴിച്ച് കൊടുത്താൽ മതി. അധികം ഒഴിച്ചിട്ടണ്ട മാത്രം. ഇപ്പം ഞാനിപ്പോൾ ഒരു 50 പിന്നെ ഇതേ ഉള്ളൂ. ഒരു 50 ഉലുവയും ഈ പ്ലേറ്റിന് ഒരു പ്ലേറ്റ് ഒരു 2 കയ്യിൽ ചോറ്, അത്രേ ഉള്ളൂ. ചോറുവാണുള്ളത്, അത്രേ ഉള്ളൂ. അതിന് അതേപോലെ 2 പിടി പിന്നെ ഇതും ഒരു 2 പിടി ചാരും കണ്ട ചാരം ഈ കണ്ട അതല്ലേ. ഇതേപോലെ 2 പിടി ചാരും ഇതേപോലെ 2 പിടി ചാരും, ഇത്രേ ഉള്ളൂ. ഇത് ഒരു 5-6 ലിറ്റർ വെള്ളം ഉണ്ടാവും എല്ലാം കൂടി. ഞാൻ കലക്കി നോക്കട്ടെ, കലക്കിയിട്ട് എങ്ങനെ കട്ടിയുണ്ടോ നോക്കട്ടെ. കൂടുതൽ ഇല്ല, കട്ടിയൊന്നുമില്ല, എല്ലാം കണക്കായിട്ട് വരും. ആ ചെറുനാരങ്ങ എൻ്റെ തോല് അരച്ചത് കൊണ്ട് നല്ല മണമുണ്ട്. കീടങ്ങൾക്കും എല്ലാം നല്ലതാണ്. ഇത് നല്ല മണമുണ്ട്, നല്ല വാസനയുടെ ഉലുവയും നാരങ്ങയും രണ്ടും കൂടി ആകുമ്പോൾ നല്ല വാസനയാണ്. അത് മാത്രമല്ല കീടങ്ങൾക്കെല്ലാം നല്ലതാണ്. ഇതിൻ്റെ അടിയിൽ വരുന്ന രോഗങ്ങൾക്ക് അതിനകത്ത് കീടങ്ങൾ വരും. ആ കീടങ്ങൾക്കെല്ലാം നല്ലതാണ് ഇത്. ഞാനിപ്പോൾ ഇത് പീടെ ഇട്ട് വെക്കട്ടെ. നമുക്ക് ഈ തക്കാളിക്കാണ് ഞാൻ ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത്. തക്കാളിക്കാണ് നല്ലത്. തക്കാളിക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് എടുക്കുന്നത്. എല്ലാവരും നല്ലതാണ്, പക്ഷേ തക്കാളിക്ക് ഈ വാട്ടരോഗം വരുമല്ലോ, അത് വരുന്നതായിട്ടാണ് ഞാനിപ്പം ഈ പണി എടുക്കുന്നത്. വാടാണ്ട് നിൽക്കാൻ വേണ്ടി എല്ലാത്തിനും ഒഴിക്കണം. എല്ലാത്തിനും ഒഴിച്ചാൽ നല്ലത് തന്നെയാണ്. പക്ഷേ ഇത് അത്രയ്ക്ക് ഞാനിപ്പോൾ ആക്കിയിട്ടില്ല, കുറച്ച് ആക്കിയിട്ടില്ല. ഓരോ ദിവസവും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം, ഓരോന്നിനായിട്ട് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിപ്പം കണ്ടില്ലേ, ഇത് നല്ലൊരു വളമാണ്. നല്ലൊരു വളം മാത്രമല്ല മരുന്നും കൂടിയാണ്. നമുക്ക് ഇതൊന്ന് ഒഴിച്ച് കൊടുക്കട്ടെ. ഞാൻ ഒഴിച്ച് കൊടുക്കട്ടെ. തക്കാളിക്ക് ഒഴിച്ച് കൊടുക്കട്ടെ. കുറച്ച് ഒഴിച്ച് കൊടുത്താൽ അതിൻ്റെ വേരിനുണ്ടല്ലോ, ആ വേരിനെ തട്ടിയാൽ ആ ഉലുവേൻ്റെ കയ്പ്പ് ഇതെല്ലാം വരുമ്പോൾ വെച്ചാൽ അണുക്കളും പുഴുക്കളും എല്ലാം പോവും. ഉലുവൊക്കെ കയ്പ്പുണ്ട്. ചെറുനാരങ്ങൻ്റെ ആ ചൊയ്യും കൂടി ആകുമ്പോഴേക്ക് അണുക്കളെല്ലാം അങ്ങേക്ക് പോവും, കുറച്ച് കുറയും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇത് വെച്ചില്ല. എല്ലാവരും നല്ലതാണ്. ഇനിയിപ്പം കുറച്ചും കൂടി ഉണ്ട്, നാളെ ആക്കാം. കുറച്ച് ഇന്നിപ്പോൾ ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ നാളെ പയറിന് തക്കാളിക്ക് കൊടുക്കുക, അല്ല വെണ്ടക്കും മുളകിനും എല്ലാം കൊടുക്കുക. ഓരോ ദിവസം കൊടുക്കുക. അത്രയല്ലേ ആവുള്ളൂ, എനിക്ക് കൊടുക്കാനാവില്ലല്ലോ എല്ലാത്തിനും കൂടി. എന്താ ഇതേപോലെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ തക്കാളി വരുന്ന നല്ല അടിപൊളിയായിട്ട് ഇങ്ങോട്ടേക്ക് വരും. അങ്ങനെ തന്നെ ഇനി ദ്രുതവാട്ടം വരും. ആ വാട്ടരോഗം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. കഴിഞ്ഞാൽ ഇതിങ്ങനെ കൊടുത്തത് കൊണ്ടാണ് എനിക്ക് വാട്ടരോഗം വന്നിട്ട് ഉണങ്ങിപ്പോയിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കൊടുക്കുന്നത്. ആ വാട്ടരോഗം വന്നിട്ട് ഉണങ്ങിപ്പോകുന്നതായിട്ടാണ് ഞാനിപ്പോൾ ഇത് കൊടുക്കാൻ കാരണം. ഇനി ഈ പൂക്കുമ്പോൾ ഇത് വാടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പണി എടുക്കുന്നത്. എല്ലാം ചുരുളിച്ചട്ടും മരട് ചുരുണ്ടുന്നതിനും തക്കാളീൻ്റെ ഇതേപോലെ ചുരുണ്ട് വരുന്നില്ലേ, ഈ ചുരുണ്ട് വരുന്നില്ലേ, തലയിൽ ഇങ്ങനെ മരടിപ്പ് വരുന്നില്ലേ, അതിനെല്ലാം ഇത് അടിയിൽ കൊടുത്താൽ നല്ലതാണ്. ഇനി അതിൻ്റെ മേലെ ഒരു മരുന്നും കൂടി എടുത്ത് കൊടുത്താൽ വേപ്പണ്ണി എല്ലാം കൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം.
നല്ലൊരു അടിപൊളി വളായത്. ഞാനിതിങ്ങനെ ഓരോന്നോരോന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാലും അടിച്ചു കൊടുത്തുകൊണ്ട് എനിക്ക് ആ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതാണ് ഞാനിപ്പം ഇപ്രാവശ്യം ഇങ്ങനെ കൊടുക്കാൻ കാരണം. ഇതിനെല്ലാം ഇതിനെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ മണ്ടക്കുള്ള ആ ഒരു രോഗമുണ്ടല്ലോ അത് കുറയും. അതാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതെല്ലാവരും കണ്ടു നോക്കേ. കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് ഒഴിക്കട്ടെ. ആ കോളിഫ്ലവറിനും ഇതിന് ഒഴിക്കാം. അതിനെയാണ് കുറച്ച് ഇത് തേച്ച് ഉറുമ്പാണ്. ഈ കേബേജിനും ഈ കോളിഫ്ലവറിനും കൂടി കുറേ ഒഴിച്ച് കൊടുക്കട്ടെ. അതിന് നല്ലതാണ്. അത് ലേശം ഒന്ന് ഊറ്റി വരയ്ക്കും. കുറച്ചേ ഉള്ളൂ കുറേശ്ശെ കൊടുക്കാൻ. ഇനി അടിക്കുമ്പോൾ മറ്റേത് കൊടുക്കാം. അതാണ് ഞാനിപ്പം ഇല്ലേ. ഇത് നിങ്ങൾ കണ്ടല്ലോ. ഇതേപോലെ നിങ്ങളും തക്കാളിക്ക് ഇതേപോലെ പിന്നെ അരച്ചിട്ട് ആക്കിയിട്ട് പിന്നെ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാലോ. ഞാൻ പറഞ്ഞത് ഓർമ്മയിലേക്ക് ഒന്നും കൂടി ഞാൻ പറയാം. ഉലുവ ഒരു 50 ഉലുവയും ഒരു 2 കയ്യിൽ ചോറ്, അത് പൊതിർന്ന് അത്ര പാരി ഉണ്ടോ ആ ഉലുവ പൊതിർന്നിട്ട് അത്രയുള്ള അത്ര മതി ചോറ്. ആ പൊതിർന്നിട്ട് വരുന്ന അത്ര ചോറ്. അങ്ങനെ അതേപോലെ 2 പിടി പിന്നെ ഇതും എന്നാൽ ഒരു 10-20 എണ്ണത്തിന് നമുക്ക് ഒഴിച്ച് കൊടുക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് കുറച്ച് ഇതും കൂട്ടിയിട്ട് വെള്ളം കൂട്ടിയിട്ട് ഒഴിച്ച് കൊടുത്ത് ഒരു 5-6 ലിറ്റർ ആക്കിയാൽ നമുക്കൊരു 10-20 എണ്ണത്തിന് കൊടുക്കാം. അത്ര ഈ ബാഗിൽ അത്രയല്ലേ കൊടുക്കണ്ടു. വല്ല ഒഴിച്ച് പുറത്ത് പോകില്ലേ. ഇത് കൊടുത്തു കഴിഞ്ഞാലെന്ന് വെച്ചാൽ നമ്മുടെ ദ്രുതവാട്ടം കുറയും. പിന്നെ മുരടിപ്പ് അങ്ങനെയുള്ള വെള്ളീച്ച അങ്ങനെയുള്ള എല്ലാം ഇതിൻ്റെ അടിയിൽ കൊടുത്തു കഴിഞ്ഞാൽ പോവും. അതിനെ പോരാതെ ഉലുവ വെള്ളമാക്കിയിട്ട് നമുക്ക് അടിച്ചു കൊടുക്കുകയും ചെയ്യാം. ഉലുവ കുതിർത്ത് വെള്ളം എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ അടിച്ചു കൊടുത്താൽ പിന്നെ അണുക്കളെല്ലാം കുറയും. അതുകൂടി ഒന്ന് ചെയ്യണം. അത് ഇപ്പം ചെയ്യുന്നില്ല. ഇപ്പോൾ തൽക്കാലം ഇതിങ്ങനെ കൊടുത്തു. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കുമെന്നല്ല. ഞാനത് അത്രയും നല്ല കണ്ടീഷൻ ആയതുകൊണ്ട് ഞാൻ അനുഭവിച്ചതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നതാണ്. അതുകൊണ്ട് തക്കാളീൻ്റെ മാത്രം എല്ലാറ്റിനും വാട്ടരോഗമുണ്ട്. തക്കാളിക്ക് മാത്രമൊന്നുമല്ല, പഴുപ്പ് ഇതെല്ലാം ഉണ്ടാകും. അതെല്ലാം കൂടി ആക്കിയിട്ട് നിങ്ങളിത് ചെയ്യണം. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. എല്ലാവരും സബ് ചെയ്യാത്തവരെ സബ് ചെയ്യുക. പിന്നെ ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് വരും. ഹൈപ്പും കൂടി അടിക്കുക. പിന്നെ കമൻ്റ് ഇടുക. ഇതെല്ലാം എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഇത് എന്നിട്ട് ചെയ്തിട്ട് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം നിങ്ങൾ അടുത്ത ഇനിയത്തേന് നിങ്ങൾ ചെയ്തിട്ടാൽ വേറെ വീഡിയോക്ക് പറഞ്ഞു തന്നാൽ മതി. ആ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. എന്നാലേ എനിക്ക് പിന്നെയും നാളെ ഇടാനുള്ള ഒരു ഇതുണ്ടാവും. നിങ്ങൾ അടിച്ച് കൊടുത്തു നോക്കിയിട്ട് എന്തുണ്ടെന്നുള്ള അഭിപ്രായം നിങ്ങൾ പറയുക കേട്ടോ. എന്നാൽ എനിക്ക് പിന്നെയും ഇടാനുള്ള ഒരു ഇതുണ്ടാവും. എന്നാൽ പിന്നെ ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ ഗുഡ് ബൈ.